ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ മോരും വെച്ച അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കുമ്പളങ്ങ മോര് കറി വയ്ക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി മതി കേട്ടോ. അപ്പോൾ ഞാൻ പകുതി മുറിച്ച് ചെത്തി കഴുകി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 2 കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഉപ്പ്. ഇതിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് വേവാൻ വയ്ക്കാം. അത് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 5 സ്പൂൺ തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരി നിങ്ങൾക്ക് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടണ്ട കേട്ടോ. അതുപോലെ തന്നെ കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അത് ചേർത്ത് അരയ്ക്കാമേ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ തിളച്ച് വന്നിട്ടുണ്ട്, പക്ഷേ വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ശകലം നേരം കൂടി ഇരിക്കട്ടെ, അപ്പോൾ വെന്ത് വരും. അതുപോലെ തന്നെ തേങ്ങ നല്ലതുപോലെ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കണേ. അപ്പോൾ ഏകദേശം ശകലം നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കാൻ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ നല്ലതുപോലെ വെന്ത ശേഷം വേണം കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നീണ്ടിരിക്കുന്ന കറി ആയതുകൊണ്ട് ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. തിളയ്ക്കരുത്, നല്ലതുപോലെ ചൂടായാൽ മതി. നല്ലതുപോലെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. അപ്പം കട്ട നല്ലതുപോലെ ഉടച്ച് ഞാൻ വെച്ചിട്ടുണ്ട് തൈര്. ഒരുപാട് പുളിയുള്ള തൈരല്ല, അതുകൊണ്ട് ഞാൻ കട്ട ഉടച്ച് ഒരു ബൗൾ നിറച്ചുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതും ഇളക്കി കൊടുക്കാം. ഇതും തിളയ്ക്കരുത്, നല്ലതുപോലെ ചൂടായാൽ മതി. നമ്മളിതുപോലെ ഇളക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ചൂടായിട്ട് ആവി ഇങ്ങനെ വരും. അന്നേരം ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവ പൊടിച്ചത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് വറക്കുമ്പം അതിലേക്ക് ശകലം ഉലുവ ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങ മോര് കറി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കടുക് വറുത്താലോ. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. 1/4 ടീസ്പൂൺ കടുക്, 2 ഉണക്കമുളക്, അതുപോലെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞത്, കരിയാപ്പില. ഇത്രയേ ഉള്ളൂ. ഇതിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ശകലം മതി, ഒരുപാട് വേണ്ടേ. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തല്ലേ. ഇത് നമുക്ക് നേരെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ശകലം നേരം കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ മോര് കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ കുമ്പളങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. താങ്ക്